ഹലോ മക്കളെ, ആദ്യം തന്നെ മിസ് ഒരു സോറി പറയുകയാണ്. വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വീഡിയോസ് ഇട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ, ക്ലാസ് തുടങ്ങാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനിടയിൽ പ്രതീക്ഷിതമായിട്ട് ഒരു യാത്ര പോകേണ്ടി പോയി വന്നു കഴിഞ്ഞപ്പോൾ സുഖമില്ലാണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇത്രയും വൈകിയത്. അപ്പോൾ ഇന്നും കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടൊന്നുമില്ല. എന്നാലും ഇനിയും വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും മിസ് എന്താ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുവാണോ എന്ന്. കാരണം ഇന്നലെയൊക്കെ കുറേ മെസ്സേജസ് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു മിസ് വീഡിയോ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് എന്താ തുടങ്ങാത്തത്, ഞാൻ കുറച്ച് ദിവസമേ ഉള്ളൂ, പേടിയാവുന്നു, അങ്ങനെ കുറേ മെസ്സേജസ് വന്നപ്പം മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളാണ്, തീരെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും തിങ്കളാഴ്ച മുതൽ റെഗുലറായിട്ട് തന്നെ വീഡിയോസ് ഇട്ട് തുടങ്ങും. ഇന്നിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏതൊരു കാര്യം പഠിച്ചു തുടങ്ങുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങണം അല്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ ഒരു മാസമേ ഉള്ളൂ, അവസാനത്തെ ഒരു ഇതാണ്, ഒരു പിടിവള്ളിയാണ്, ഇനിയിപ്പോൾ എന്ത് സിസ്റ്റമാറ്റിക് ആവാനാണ്. അങ്ങനെയല്ല, നമ്മൾ എന്ത് തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിലും കുറച്ച് ദിവസമേ ഉള്ളൂ എങ്കിലും അത് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്കും ഒരു സംതൃപ്തിയോടുകൂടി തന്നെ പഠിച്ചു തീർക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് എത്രയാണ്. ഇപ്പോൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, എന്നാലും ഇത് അറിയാത്ത ഒത്തിരി പേരുണ്ട്. കാരണം കുറേ മെസ്സേജസ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് പിന്നെ ഉണ്ടെന്ന് അറിയാത്തവരും ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളതെന്ന് അറിയാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം അതങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് വിചാരിച്ചു. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം. ഒത്തിരി പേരുണ്ട് ജസ്റ്റ് പാസ്സായാൽ മതി എന്ന് വിചാരിക്കുന്നവരാണ് ഒത്തിരിയും പേരും സേ എക്സാം എഴുതാന്നുള്ളവർ. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റും ഇതിൻ്റെ കൂടെ തന്നെയാണല്ലോ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻട്രൻസ് എക്സാമിനേഷന് ഫിസിക്സിന് മാർക്സ് എടുക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റേജ് കൂടാൻ വേണ്ടിയിട്ട് ഫിസിക്സ് ഫുള്ളാക്കാൻ ആഗ്രഹിക്കുന്നവരും A+ ആക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ മിസ്സിന് പറയാനുള്ളത്, നിങ്ങൾ ഈ ചാപ്റ്റർ ആ ചാപ്റ്റർ അങ്ങനെ പഠിക്കരുത്, മൊത്തമായി തന്നെ പഠിച്ചേക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക. മിസ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഒന്നും തന്നെ അറിയാതെ, അതായത് 0% നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ, നമുക്ക് ഫിസിക്സിന് 14 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അതിനകത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. അതിൽ നിന്ന് 8 മാർക്കിനാണ് ചോദ്യം വരുന്നത്. നിങ്ങൾക്കറിയാം ഗോസസ് തിയറം, ആപ്ലിക്കേഷൻസ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അലോങ് ദ ആക്സിയൽ ലൈൻ ഓഫ് ദ ഡൈപോൾ, ഇക്വിറ്റോറിയൽ ലൈൻ ഓഫ് ദ ഡൈപോൾ, ഈ ഡെറിവേഷൻസ് ഒക്കെ വരുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലാണ്. 8 മാർക്കിനാണ്. ഇതിപ്പോൾ ഞാൻ ഈ മാർക്സ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ വെയിറ്റേജിന്റെ ഒപ്പം തന്നെ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് സേ പരീക്ഷയ്ക്ക് ചോദിച്ച മാർക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത വെയിറ്റേജും കൂടെ അതിൻ്റെ ഒരു ആവറേജ് കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ മാർക്സ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൽ നിന്നും 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിലാണ് നമ്മുടെ കപ്പാസിറ്റേഴ്സും കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സും പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഡെറിവേഷനും ഒക്കെ വരുന്ന അതിൽ നിന്നാണ്. അതുപോലെ കപ്പാസിറ്റേഴ്സിൽ നിന്നും പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സെക്കൻഡ് ചാപ്റ്ററിലാണ് വരുന്നത്. 8 മാർക്കിനാണ് അതിലും ചോദ്യം വരാറുള്ളത്. കറണ്ട് ഇലക്ട്രിസിറ്റിയിലാണ് നമ്മുടെ ഓംസ് ലോ വരുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി, റെസിസ്റ്റേഴ്സ്, ഇതൊക്കെ കറണ്ട് ഇലക്ട്രിസിറ്റിയിലാണ്. അതിൽ നിന്ന് 7 മാർക്കിനാണ് ചോദ്യം. മൂവിംഗ് ചാർജസ് ആൻഡ് ആണ് ബയറ്റ്-സവേർട്ട്സ് ലോ, ആംപിയർ-സർക്യൂട്ടൽ ലോ, ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടേഴ്സ്, ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, ടോർക്ക്, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ, പിന്നെ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻടു വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ. ആ ടോപ്പിക്സ് ഒക്കെ വരുന്നത്, ആ ചോദ്യങ്ങളൊക്കെ വരുന്നത് മൂവിംഗ് ചാർജസിൽ നിന്നാണ്. അതിൽ നിന്നും 8 മാർക്കിനാണ് ചോദ്യം വരുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ 4 പാഠം, ആദ്യത്തെ 4 പാഠങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. 8, 8, 8, 7 4 പാഠങ്ങളിൽ നിന്നും തന്നെ എത്രയുണ്ട്? 24ഉം 7ഉം 31 മാർക്കിനാണ് ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെ ചോദ്യം വരുന്നത്. 31 മാർക്കിനാണ്. അതായത് നിങ്ങൾക്ക് 50%, 60-ലാണല്ലോ മാർക്ക്, 50% ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്? ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ്. അപ്പം നിങ്ങൾ ഒന്നും നോക്കണ്ട, ആദ്യത്തെ 4 പാഠങ്ങൾ പച്ചവെള്ളം പോലെ അങ്ങോട്ട് പഠിച്ചേക്കുക കേട്ടോ. എന്നിട്ട് അതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഓക്കെ, മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ നിന്ന് 4 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. അതിൽ നിന്ന് അധികവും ചോദിക്കുന്നത് പാരാ ഫെർറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസിന്റെ കമ്പാരിസൺ ആണ്. ഒരുപാട് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അത് തന്നെയാണ് നിങ്ങൾക്ക് ചോദിക്കാറുള്ളത്.
അടുത്തത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്ന് 5 മാർക്കിനാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, പിന്നെ ലെൻസ് ലോ എന്താണ്, സെൽഫ് ഇൻഡക്ഷൻ എന്താണ്, സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ്, സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ്. അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം 1-2 ചോദ്യങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ തന്നെ അതിൽ നിന്നുള്ള മാർക്ക് കിട്ടി. AC ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. പിന്നെ ഈ ഫസ്റ്റ് ടെക്സ്റ്റിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് 6 മാർക്കിനാണ് ചോദ്യം വരുന്നത്. ACയിൽ നിന്ന് നിങ്ങൾക്ക് അറിയാലോ LCR സർക്യൂട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും പിന്നെ പവർ, AC ജനറേറ്റർ, ഇതൊക്കെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എത്രയാ 31 മാർക്ക് പറഞ്ഞു. 31 മാറും 37 മാർക്കിനാണ് ഫസ്റ്റ് ടെക്സ്റ്റിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ ഏതൊക്കെ പഠിക്കണം? ആദ്യത്തെ 4 പാഠം പഠിക്കുക. കൂടാതെ ACയും അത്യാവശ്യം ആദ്യ 4 പാഠങ്ങൾ നന്നായി പഠിക്കുക. ACയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ EMIയിലും നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് ടെക്സ്റ്റ്. പിന്നെ ഫസ്റ്റ് ടെക്സ്റ്റിൽ ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അതൊരു കുഞ്ഞ് ചാപ്റ്ററാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ 3 മാർക്കിനാണ് ചോദ്യം വരിക. എപ്പോഴും ചോദിക്കുന്നത് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസ്, യൂസസ് ഒക്കെയാണ് ചോദിക്കുക. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടായിരിക്കും ചോദിക്കുക. സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കേട്ടോ. 3 മാർക്കല്ലേ ഉള്ളൂ, വിട്ട് കളയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം 3 മാർക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും അല്ലേ? 3 അല്ല, 1 മാർക്ക് പോലും ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിന് ഫുൾ മാർക്ക്, 1 മാർക്കിന് A+ പോയവരും 1 മാർക്കിന് തോറ്റവരും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, റേ ഓപ്റ്റിക്സ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നതാണ്. റേ ഓപ്റ്റിക്സ് 11 മാർക്കാണ്. നമ്മുടെ ചാനലിൽ റേ ഓപ്റ്റിക്സിന്റെ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ടോപ്പിക് 3 വീഡിയോസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ റേ ഡയഗ്രാം വരയ്ക്കുന്നത് വരെ ക്ലിയർ ആയിട്ട് എങ്ങനെ വരയ്ക്കണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും പ്ലേലിസ്റ്റ്, എല്ലാ ചാപ്റ്റേഴ്സും ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, അല്ലെ കമന്റ് ബോക്സിൽ ഉണ്ടാവും. ഓക്കെ, ഏതെങ്കിലും ഒന്നിൽ ചെക്ക് ചെയ്യാൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നോട്ട്സ് വേണ്ടവര് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് തരാം. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഏതാണ് ടെലഗ്രാമിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിന്റെ ലിങ്ക് തരാം. ഏതിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. ഓക്കെ, അപ്പൊ റേ ഓപ്റ്റിക്സ് നന്നായി പഠിച്ചോണേ മക്കളെ. റേ ഓപ്റ്റിക്സ് എന്ന് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. 11 മാർക്കിനാണ്. ഇപ്പൊ 11 ഇല്ലെങ്കിൽ ചിലപ്പോൾ 10 മാർക്കിനോ 9 മാർക്കിനോ വരെ ചോദിക്കാം. ചിലപ്പോൾ 12 മാർക്കിന് ചോദിക്കാം. റേ ഓപ്റ്റിക്സ് പഠിക്കാൻ നിങ്ങൾ പോവുകയേ ചെയ്യരുത്. വേവ് ഓപ്റ്റിക്സിൽ നിന്ന് 4 മാർക്കാണ്. 4 മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പ്ലനേഷൻ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് വേവ് തിയറി ഓഫ് ലൈറ്റ്. അതാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. പിന്നെ ഇന്റർഫറൻസ് ചോദിക്കാം, കണ്ടീഷൻസ് ഫോർ കോഹറന്റ് സോഴ്സസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെയുള്ള നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ ചാപ്റ്ററാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അടുത്തത് ഡ്യുവൽ നേച്ചറിൽ നിന്ന് 4 മാർക്കാണ്. ഡ്യുവൽ നേച്ചർ ഇനിയിപ്പോൾ പഠിച്ചിട്ടില്ല, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ തോന്നുന്നവരാകെ ഇത് മാത്രം പഠിക്കുക. ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനും ഡീ ബ്രോളീസ് വേവ് ഇക്വേഷൻ, ഈ 2 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഡ്യുവൽ നേച്ചറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. ആറ്റംസും ന്യൂക്ലിയർ അതുപോലെ തന്നെ 3 മാർക്കിനാണ് ചോദിക്കുന്നത്. ആറ്റംസ് എന്ന് ഇപ്പോൾ ചോദിച്ചെന്താണ്? ലൈമാൻ സീരീസ്, ബാമ സീരീസ് ഒക്കെ എഴുതാനായിരുന്നു ചോദിച്ചിരുന്നത് അല്ലേ? അതുപോലെ റൂദർഫോർഡിന്റെ പോസ്റ്റ്ലേറ്റ്സ്, ബോറിന്റെ പോസ്റ്റ്ലേറ്റ്സ്, ഇതൊക്കെയാണ് ആറ്റംസ് എന്ന് പഠിക്കാനുള്ളത്. കഴിയുമെങ്കിൽ അതെങ്കിലും ഒന്ന് പോയിന്റ്സ് ആയിട്ടെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ന്യൂക്ലിയറിൽ നിന്ന് 3 മാർക്കിനാണ് ചോദിക്കുക. ഇനിയിപ്പോൾ ന്യൂക്ലിയർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ജസ്റ്റ് ബൈൻഡിങ് എനർജി എന്താണ്, മാസ് ഡിഫക്റ്റ് എന്താണ്, അത് മാത്രമെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. മാസ് ഡിഫക്റ്റിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് മാത്രമെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. സെമി കണ്ടക്ടേഴ്സിൽ നിന്ന് 4 മാർക്കാണ്. അതിനകത്ത് മെയിനായിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത് ഹാഫ് വേവും ഫുൾ വേവ് റെക്ടിഫയേഴ്സ് ആണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അതെങ്കിലും ഒന്ന് പഠിക്കുക കേട്ടോ. അപ്പം എന്താണ് ഈ പിന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എത്രയാണ്? 37 മാർക്ക് വരെ അല്ലേ? 37ഉം 11 48 മാർക്കിനാണ് നമ്മൾ ഈ 6 ചാപ്റ്റേഴ്സ്. ഏതൊക്കെ? ആദ്യത്തെ 4 ചാപ്റ്റേഴ്സും ACയും റേ ഓപ്റ്റിക്സും പഠിച്ചാൽ തന്നെ 48 മാർക്ക് പോരെ. 60ൽ 48 മാർക്കിനെങ്കിലും നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം മാർക്ക്, ജയിക്കുകയല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം മാർക്ക് നിങ്ങൾക്ക് ഫിസിക്സിന് കിട്ടിയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മിസ്സിന്റെ വാക്കാണത്. പക്ഷേ മിസ് പറയുന്നത് പോലെ പഠിച്ചേക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഇപ്പൊ മാർക്സ് വെയിറ്റേജ് ഒക്കെ കിട്ടിയല്ലോ, ഇനി എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം തന്നെ അറിയുന്ന ഒരു ചാപ്റ്റർ, ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും അറിയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും അല്ലെ? ആ ഫസ്റ്റ് ചാപ്റ്റർ ആദ്യം അങ്ങോട്ട് എടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു തീർക്കുക. എന്നിട്ട് നമ്മൾ അറിയാത്തൊരു ചാപ്റ്റർ പഠിക്കുക. ആദ്യം തന്നെ അറിയാത്ത ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ അതിന് ഒരുപാട് സമയം എടുക്കും. അപ്പൊ നിങ്ങൾക്ക് ദിവസങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കൂടും. അതേസമയം അറിയുന്ന ചാപ്റ്ററിൽ നിന്ന് ആദ്യം തന്നെ തുടങ്ങുവാണെങ്കിൽ പെട്ടെന്ന് ചാപ്റ്റേഴ്സ് തീരുകയും ചെയ്യും. നിങ്ങൾക്ക് പഠിക്കുന്നതോടുകൂടി നമുക്കൊരു
മോട്ടിവേറ്റഡ് ആവും. നമ്മൾ മോട്ടിവേഷൻ കിട്ടിയിട്ട് ബാക്കി പഠിക്കും. അപ്പോൾ ആദ്യം നമ്മൾ അറിയുന്ന ചാപ്റ്റർ പഠിക്കുക, അടുത്ത ദിവസം അറിയാത്ത ചാപ്റ്റർ കുറച്ച് പഠിക്കുക, പിന്നെ അറിയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുക. അങ്ങനെ മാറി മാറി പഠിക്കുമ്പം പഠിക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്ത് പോകുന്നു എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും. അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ തുടങ്ങാനാണ് ബുദ്ധിമുട്ട് അല്ലേ? ഇപ്പം മിസ്സിനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേപ്പർ കറക്ഷൻ കുറച്ച് മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. ഉള്ളത് കാര്യം പറയാം. അത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ടീച്ചേഴ്സിനും മടിയുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു പേപ്പർ കറക്ഷൻ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പേപ്പർ കൊടുക്കേണ്ട ദിവസം അത് കൊടുത്തിട്ടില്ലെങ്കിലോ അതും ഒരു വിഷമമാണ്. അപ്പം എന്നാണെങ്കിലും നമ്മൾ പേപ്പർ കൊടുക്കണം. അപ്പം മെല്ലെയാണെങ്കിലും ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ ആദ്യം തന്നെ 2-3 പേപ്പർ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള പേപ്പേഴ്സ് കറക്റ്റ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പഠിക്കാതെ മാറ്റി വെക്കുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുക. അപ്പം നമ്മൾ പഠിച്ച് തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ റെഡിയാക്കുക. നോട്ട്സൊക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, പഠിച്ചു തുടങ്ങിയിരിക്കുക. ബാക്കി കാര്യങ്ങളും ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ ചാനലിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ റെഡി ആയിട്ടിരിക്കുക, പഠിക്കുക. ഓക്കെ, ബൈ.